ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മുസട്ട് മല കയറാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. നമ്മുടെ ചെന്നൈയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരമുണ്ട്. അതിൻ്റെ നമ്മളിവിടെ ഒരു വീടിൻ്റെ മുന്നിൽ വണ്ടി പാർക്ക് ചെയ്തു. ഞാനും നന്ദു ഉണ്ട് ഇന്ന്. അങ്ങ് അതിൻ്റെ ചോട്ടിലൊരു വണ്ടി പോവില്ല. നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി ഇതിലേക്കൂടെ ഇറങ്ങി ഇവിടെ ഒരു ഇടവഴിയുണ്ട്, അതിലെ കൂടെ കയറിയിട്ട് ആ മല കയറാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമുക്ക് എൻ്റെ മേളിലോട്ട് കയറാം. എങ്ങനെയൊക്കെയാണ് കുഞ്ഞൊരു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ട്രക്കിംഗ് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ അതെ, നമ്മൾ നടന്നു തുടങ്ങി. അതെ, അവിടെ നിന്നാണ് നമ്മൾ വന്ന് ആ വീടിൻ്റെ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. എന്നിട്ട് ഇപ്പുറത്തെ വീടിൻ്റെ വേണ്ടതേ ഈ ഇടവഴി കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വേണം പോകാൻ വേണ്ടിയിട്ട്. അവിടെ നന്ദുണ്ട്. ഇല്ലേ നടന്നിട്ട് നമ്മളിതേ ആ മലയുടെ മുകളിലാണ് കയറാൻ പോകുന്നത്. ഇവിടെ 3 മലയുണ്ട്. ഇതൊരെണ്ണം എൻ്റെ അപ്പുറത്തൊരു മല. പക്ഷെ ഇതിൽ മാത്രമേ ഉള്ളൂ അമ്പലം എന്നാണ് പോണേ. അതിൻ്റെ മുകളിലൊരു പൊട്ടൊക്കെ തൊട്ട് വെച്ചിട്ടുണ്ട്, വലിയ പൊട്ട്. ഈ ഇടവഴി കൂടെ നടന്ന് ഇതിലോട്ട് കയറുന്ന വഴി എവിടെയാണെന്ന് അറിയാൻ പാടില്ല. ചെറിയ ഒറ്റയടിപ്പാതയായിരിക്കും. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടെ നമ്മൾ കുറച്ചും കൂടെ വന്നപ്പോൾ ഇവിടെ ഒരു ഹനുമാൻ്റെ അമ്പലമുണ്ട്, ഒരു ചെറിയൊരു അമ്പലം. അപ്പോൾ ഇവിടെ നിന്ന് തൊഴുതു. വേണ്ട, അതിൻ്റെ അടുത്തൊരു കുളമൊക്കെ ഉണ്ട്. കുളത്തിൽ വളരെ വൃത്തികെട്ട വെള്ളമാണ്, അതിൽ ഇറങ്ങാനൊന്നും പറ്റില്ല. മരത്തിൻ്റെ ഒരാളുണ്ട്. അവിടെ ഒരു വലിയ ചിതൽപ്പുറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് പോകാൻ എന്നാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ ഇവിടെ ആൾക്കാരെയൊന്നും കാണുന്നില്ല, ഒരു വഴി കാണുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഈ വഴി കൂടെ ആയിരിക്കും നമുക്ക് പോകേണ്ടത് എന്നുള്ള ഉദ്ദേശത്തിൽ നമുക്ക് പോവാം. നല്ല വലിപ്പമുള്ള പുറ്റാട്ടോ. പിന്നെ എൻ്റെ അത്രയും എന്നെക്കാളും പൊക്കുന്നുണ്ട്. ഇത്രയും പൊക്കമുണ്ട്, വലിയ. അത്യാവശ്യം നല്ല രീതിയിൽ വരണ്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. മിക്കവാറും മഴ ചെയ്യുമ്പോൾ കുറച്ചും കൂടെയൊക്കെ പച്ചപ്പ് വരുമായിരിക്കും. ഇപ്പം എന്തായാലും ഇവിടെ നിൽക്കുന്ന ചെടികളൊക്കെ ഏകദേശം ഉണങ്ങിയൊക്കെയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു വഴിയേ കാണുന്നുള്ളൂ നേരെ പോകാൻ വേണ്ടിയിട്ട്, അടി വഴി. അപ്പോൾ ഇതിലെ കൂടെ ആയിരിക്കും നമുക്ക് പോകേണ്ടത്. ഇവിടെ പക്ഷികളൊക്കെ ഒരുപാട് പറന്ന് കളിക്കുന്നുണ്ട്. ഒരു ദിവസം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ അധികം നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത്. ഇതാണ് നമ്മൾ പോകുന്ന വഴി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വേണ്ട, ഇങ്ങനെ മിക്കവാറും ആ മലയുടെ മേളിൽ കൊണ്ട് കയറുമായിരിക്കും. ഉറപ്പൊന്നുമില്ല, ഇവിടെ ഒന്നും ആരും കണ്ടില്ല. നടന്നു വന്നപ്പോൾ ഈ വഴി കണ്ടു, അപ്പോൾ ഇതിലെ കൂടെ പോകുന്നു. മുഴുവനും നല്ല വരണ്ട കാടാണ്. ഇന്നത്തെ കാലാവസ്ഥ നല്ല ഒരു മൂടലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ സമയം 10:30. ഇതുവരെ എന്താ പറയുക, ചൂടൊന്നുമില്ല. ഞങ്ങൾ ഇച്ചിരി ഇപ്പം നടന്നു വന്ന വഴിയാണ്. അത് വന്ന് കയറിയപ്പോഴേ ഇങ്ങനെ ഒരു വലിയ പാറപ്പുറം കണ്ടു കഴിഞ്ഞാൽ നമ്മളേതോ വലിയ കുന്നിൻ്റെ മേളിൽ കയറി നിൽക്കുന്ന പോലെ ഉണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. പക്ഷെ അല്ല, ഒരുപാട് പൊക്കത്തിലൊന്നുമില്ല. അവിടെ കുറച്ച് മലകളൊക്കെ കാണാം. നമുക്ക് ഈ പാറ കഴിഞ്ഞ് ഇങ്ങോട്ട് വേണം പോകാൻ. അകത്തോട്ട് ഇതേ വഴിയുണ്ട്. ഇവിടെ കയറാൻ 2-3 വഴിയുണ്ടെന്നൊക്കെയാണ് തോന്നണേ. നമ്മൾ ആ വഴി കൂടെ കയറി വന്ന് ഇങ്ങനെ കയറി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കയറ്റമൊക്കെ ഉണ്ട്. സംഭവം ഇതധികം മനുഷ്യന്മാർ പോകുന്നൊരു വഴിയായിട്ട് തോന്നുന്നില്ല. വേറെ വഴി ഉണ്ടാവണം. നമ്മൾ വന്നപ്പോൾ ആദ്യം നേരെ കണ്ട വഴി കൂടെ ഞാൻ കയറിപ്പോരായത്. നമ്മളങ്ങനെ വീണ്ടും കുറേ പാറയുള്ളൊരു സ്ഥലത്തെത്തി. ഇതിലെ കൂടെ ആയിരിക്കും
മുൾച്ചെടികളാണ് ചുറ്റിനും. സോ ഇത് ഉടക്കാതെയൊക്കെ സൂക്ഷിച്ച് വരണം. ഈ ഉടുപ്പിലും നമ്മുടെ ബാഗിലും ഒക്കെ ഉടക്കുന്നുണ്ട് ഈ സാധനം. ഇതല്ലോ, അതൊക്കെ ഫുള്ള് മുള്ളാണ്. ഇവിടെ ഒരു വലിയ മുൾച്ചെടിയുണ്ട്. ഇത് കയറി വരാം, പോരെ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറച്ച് മുകളിലെത്തി. ഈ കാട്ടിക്കൂടെയാണ് കയറി വന്നത്. ഇനി നമുക്ക് ഈ പറക്കൂടെ കയറി മുകളിൽ പോകണം. വേറെ വഴിയൊന്നും ഇവിടെ കാണുന്നില്ല, അതുകൊണ്ട് ഇതായിരിക്കും വഴിയെന്ന് ഞങ്ങളങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ഇതിലൊന്നും വഴി ചെത്തി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഒരു ഊഹത്തിൽ പിടിച്ച് കയറിയാൽ പോവാം. സെറ്റ് ഗ്രിപ്പുണ്ട്. ആരെക്കൂടെ കയറുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കയറി. ഒരുപാട് ദൂരം ഒന്നുമല്ല, 300 മീറ്റർ 400 മീറ്റർ ആ റേഞ്ചിലൊക്കെ ആയിട്ടുള്ളൂ. നല്ല സൂപ്പർ വ്യൂ ആണ് ബാക്കിൽ. അതിലേക്കൂടെ തന്നെ. അവിടെ കമ്പിൽ പിടിച്ച് കയറിയെന്നാലും മതിയോ? ആ പാറ തെന്നൊന്നുമില്ല. ശരി. ഇത് എങ്ങോട്ട് കയറി പോവും? അതാണ് നമ്മളിപ്പോൾ വ്യൂ കണ്ട സ്ഥലം. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു, ഇതെങ്ങോട്ട് കയറി പോകുന്നു. കണ്ടോ, വഴിയായിട്ട് തോന്നുന്നില്ല. ബട്ട് ഇവിടെ ഒരു ചെറിയ നടപ്പ് വഴിയുണ്ട്. ഇതിലേക്കൂടെ കയറി പോവാണ്. വഴിയൊന്നുമില്ല, വഴി ജസ്റ്റ് ഒരു നടവഴിയുണ്ട്. ഒരാൾക്ക് ചവിട്ടി പോകാൻ പറ്റുന്നത്. ഇതിലെ മേളിൽ കയറി പോകണം. ഇതൊക്കെയാണ് വഴി. എടുക്കാം. ഇതാണ് നമ്മുടെ വഴി. നന്ദുമ്പോൾ നമുക്ക് വഴി കാണിച്ചു തരും. ആവട്ടെ. ചവിട്ടിക്കയറാൻ നാച്ചുറൽ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഈ സൈഡിൽ കൂടെ കയറിയാലും മതിരാ, അതിലെ കൂടെ. എന്നാ ഇവിടെ നിന്ന് കയറി തിരിച്ചിറങ്ങി. ഓക്കെ. ഒരുമാതിരി സ്റ്റീപ്പാല്ലേ? പറ്റും.
അവിടെ നിന്ന് ഇവിടെ പിടിക്കുക. ഇവിടെ ഒരു ഹോളുണ്ട്, അതുകൊണ്ട് ഇവിടെ മേളിൽ. അത് കുഴപ്പമില്ല, അതുകൊണ്ട് ഇവിടെ ഒരു ഹോളുണ്ട്, വേണമെങ്കിൽ പിടി മേളിൽ അതിൽ പിടിച്ചും കയറിയാൽ മതി. നമ്മളിതപ്പം കുറേ മേളിൽ കയറി. നമ്മളിതേ വണ്ടി ഇട്ട വീട് ഉണ്ട്, അവിടെ കാണാം, അവിടെ ഉണ്ട്. അതിലെ കൂടെയാണ് കയറി വന്നത്. വലിയൊരു പാറപ്പുറം. ഇത് നമ്മൾ ആദ്യം കണ്ട മല. നമ്മൾ അതിൻ്റെ മുകളിലോട്ടാണ് കയറുന്നത്. സോ ഇതാണ് നമ്മുടെ വഴിയും തോന്നുന്നു. ഇപ്പം ഇനി ഇതിലെ കൂടി ഇങ്ങനെ കയറി പോയാൽ മതിയാവും. നന്ദു എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇല്ല, നോർമൽ ടൈറ്റ്നസ് ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ വലിഞ്ഞ് കയറുന്നൊരു പാടേ ഉള്ളൂ. ഇതത്ര ഹെവി ട്രക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇതിലെ കൂടെ പോവാം. ഞങ്ങളിത് ഞങ്ങളുടെ റെസ്റ്റിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇവിടെ ഇരുന്ന് കുറച്ച് വെള്ളമൊക്കെ പിടിച്ചു. നമ്മൾ നേരത്തെ കണ്ട ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തു. ഇപ്പം നമുക്ക് പതുക്കെ മേളിലോട്ട് വീണ്ടും കയറി തുടങ്ങാം. ഇനി ഒരുപാട് ദൂരമൊന്നുമില്ല, ഇച്ചിരി ദൂരമേ ഉള്ളൂ. വേണ്ട, ആ പുറയിൽ കാണുന്ന സാധനത്തിലോട്ട് നമ്മൾ കയറാണ്. പെട്ടെന്ന് എത്തും. ഇതാ കുറച്ചുകൂടെ മേളിലോട്ട് ചെല്ലുമ്പോൾ ഇതുണ്ട് കേട്ടോടാ, കമ്പി വെച്ചിട്ടുണ്ട് കയറിപ്പോകാൻ വേണ്ടിയിട്ട്. ആ, ഇത് അവിടെ റെയിൽ പോലെ വെച്ചിട്ടുണ്ട്, അതിൽ പിടിച്ച് കയറിപ്പോവാം. ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് വഴിയില്ലാന്ന് തോന്നും. ഇതിലെ കൂടെ കയറി പോകണ്ടോ, ഈ ഇടയിൽ കൂടെ കയറിയിട്ട് മേളിൽ അവിടെ ആ കല്ലിലൊക്കെ ആരോ ഇട്ട് വെച്ചിട്ടുണ്ട്, അതിലേ കൂടെ കയറി വേണം ആ പൊട്ടുപൊട്ടേക്കുന്നതിൻ്റെ മേളിലെത്താൻ വേണ്ടി.
ഞാൻ മേളിൽ കയറി. നന്ദു ദേ താഴെ കൂടെ നടന്നു വരുന്നു. ഇതിലെ വരാടാ, അപ്പുറത്തോടെ വരാം. അതായിരിക്കും ഈസി എന്ന് തോന്നുന്നു. ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതിലേ കൂടെ കണ്ടു വന്ന്. ഇവിടെ നോക്കിയപ്പോഴാണ് ഇത് മനസ്സിലായത്. അങ്ങനെ നമ്മൾ ദേ കയറി ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന ഒരു പാറയുടെ ചോട്ടിലെത്തി. ഇനി ഇതിലേക്കൂടെ വലിഞ്ഞ് മേളിൽ കയറണം. പാറയ്ക്ക് അത്യാവശ്യം ഗ്രിപ്പൊക്കെ ഉണ്ട്, വഴുക്കലൊന്നുമില്ല, സുഖമായിട്ട് കയറിപ്പോൾ. മഴ പെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയില്ല. പക്ഷെ ഇപ്പം എന്തായാലും നല്ല ഡ്രൈ ആയിട്ട് കിടക്കാം. പക്ഷെ നല്ല ചരിവുണ്ട്. സോ സൂക്ഷിച്ച് കയറിപ്പോൾ. ഒന്ന് മുന്നോട്ട് ആഞ്ഞൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോവാം. ഇതിലെ കൂടെ അല്ല, അപ്പുറത്തൂടെ. ഇതിലെ കൂടെ അല്ല, വഴി എത്തിപ്പോയി. അതിലെ കൂടെ. ആ ചെടി പിടിക്കല്ലേ, മുള്ളാണ്. കണ്ടവനെ മുള്ളും എന്തോ ഒരു കായകപ്പുണ്ട്. ആ അതെ, അങ്ങോട്ട് ആ സൈഡിൽ കൂടെ വേണ്ട. ആ കമ്പി ഉണ്ടല്ലേ, മുള്ളുണ്ടേടാ. ഇവിടെ കമ്പി ഉണ്ടായിരുന്നു, ഊരിപ്പോയി. ഇവിടെ കമ്പി ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പുറത്തോ കയറുന്ന എളുപ്പം. ഓക്കെ, ഇതിലെ കൂടെ സിമ്പിൾ ഇപ്പോൾ അത് കയറായിരുന്നു കേട്ടോടാ. ഇതിലെ കൂടെ സിമ്പിളായിട്ട് കയറായിരുന്നു ഈ സൈഡിൽ കൂടെ. ഇത് നല്ല സ്റ്റീപ്നെസ് ഉണ്ട്. കമ്പി വെച്ചാൽ നന്നായി, ഇല്ലെങ്കിൽ കയറാൻ ബുദ്ധിമുട്ടാണ്. അതെ, ഇത് പിന്നെ സമാധാനമുണ്ട്. ആ പർവ്വതമലയൊക്കെയാണ് കമ്പി വെച്ചേരെ വെറുതെ സമ്മതിച്ചാലും പോരാ. ഇവിടെ കയറുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ ഭയങ്കര സ്റ്റീപ്പ്. അത് കഴിഞ്ഞ് വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ റെയിലിൽ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കയറിപ്പോൾ അത്യാവശ്യം ബലമൊക്കെ ഉണ്ട്. പിന്നെ സൈഡിലൊക്കെ മുൾച്ചെടികളുണ്ട്. ഇവിടെ വലിയ ശല്യം നമ്മൾ കയറി വരുന്നിടത്തൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ട്, ഇതൊക്കെ മുൾച്ചെടിയാണ്. ഉടക്ക് ഇല തന്നെ. ഇവിടെ ഇറങ്ങി വരുമ്പോൾ
നല്ലോണം സൂക്ഷിച്ചേ പറ്റുള്ളൂ. താഴെ കമ്പി ഉണ്ടായിരുന്നു. ഓ അതിലേ കൂടെ പോകണ്ടടാ, അവിടെ ആരോ ഇട്ട് വെച്ചിട്ടുണ്ട്. ആയിട്ടില്ലേ? ആ റൈറ്റ്. ഇവിടെ ഭയങ്കര സ്റ്റീപ്പായിട്ട് വീഡിയോ എടുക്കാത്ത നമ്മളാ മരത്തിൻ്റെ ചുവട്ടിൽ ആ കമ്പിയുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇതിലേ കൂടെ കയറി ഈ കല്ല് ചവിട്ടി കയറി ഇവിടെയാണ് നിൽക്കുന്നത്. ഇതിലേ കൂടെ ഒന്ന് ആരോ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതീ പറഞ്ഞ പോലെ നല്ല അവിടെ താഴെ ഭയങ്കര കുഴിയാണ്. കണ്ടോ? ആ ഞാൻ നോക്കാം. ഇവിടെ താഴോട്ട് പോയാൽ പടുകുഴിയാണ്. സോ അതിലേക്കൂടെ കയറിയില്ല, ഈ സൈഡിൽ കൂടെ കയറി വന്നു. ഇനി നമുക്ക് ഈ ഇതിലേക്കൂടെ കയറി പോകണം. നോക്കട്ടെ, ഇതും സ്റ്റീപ്പാണ്, കയറിയിട്ട് കാണിച്ചു തരാം. ഇത് ആ സ്റ്റീപ്പ് ഞങ്ങൾ ഇങ്ങനെയാണ് കയറിയത്. 2 കൈയും കാലും എല്ലാം കൂടി ഉപയോഗിച്ചേ കയറാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 80-85 ഡിഗ്രിയുള്ള നല്ല ചരിവാണ്. അവിടെ നിന്ന് ഇതാണ് അവസ്ഥ. നമ്മൾ താഴോട്ട് പോയി അങ്ങ് താഴെ പോകും. ഇതിലെ കൂടെ മുകളിലോട്ട് വരാൻ പറ്റില്ല. ഇവിടെ വന്നിട്ട് ഈ റൈറ്റ് സൈഡിലോട്ടാണ് ഇങ്ങനെ ഒരു കമ്പി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ വേണം കയറി പോകാനായിട്ട്. ഏകദേശം എത്തിയെന്നു. ഇവിടെ ഈ പറഞ്ഞാൽ പിടിക്കാനുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. ആ അതിൽ പിടിച്ച് കയറി ഇവിടെ നിന്ന് ഇങ്ങനെ പറ്റും. കാണുന്ന ഹൈറ്റല്ല, കഷ്ടപ്പാടാണ്. 1 സെക്കൻഡ്. ഓ ഞാൻ വെള്ളത്തി നന്ദ നോക്കുന്നു. ഇവിടെ കയറി വരുന്നിടത്ത് മുള്ളുണ്ട്. എടാ അതെ, എത്തിയടേ എത്തി. അല്ല എത്തിയില്ല, കുറേയൊക്കെ എത്തി. ഇതാണ് നമ്മൾ ആ താഴെ നിന്ന് കണ്ട പൊട്ട്. ഇത് ചെറുതാട്ടോ, കുഞ്ഞു പൊട്ട്. അതിലെ കൂടെ ഇങ്ങനെ കയറി ഇവിടെ വരും. എന്നിട്ട് നമ്മളിനി ഇതിലേക്കൂടെ മുകളിലോട്ട് കയറി. ഇത് ആരോ ഇട്ടിട്ടുണ്ട്, ഇതിലേക്കൂടെ മുകളിൽ കയറി പോകണം. ഇവിടുത്തെ ഒന്നും പറയ്ക്ക് വലിയ ചെരുവില്ല, പക്ഷേ അത് ഇവിടുന്ന് പോയാലുള്ള അവസ്ഥ ഉണ്ട്. താഴെ നല്ല കുഴിയാണ്. നീ പറപ്പുക. അടിപൊളി വ്യൂ ആണ്. വേണ്ട
ഈ ആരോയിൽ നിന്ന് ഇങ്ങനെ വീണ്ടും കാട്ടിക്കൂടെ കയറി പോവാ. ഇതൊക്കെ ഒരു നടപ്പ് വഴിയേ ഉള്ളൂ ഇതിനകത്തൂടെ. മുള്ളൊക്കെ ഉണ്ട് കേട്ടോ, ഇതൊക്കെ മുള്ളാണ്. എടാ മുള്ളുണ്ടേ. അടുത്ത ആരോ ഇവിടെ നിന്നൊക്കെ ആരോ ഉണ്ട്. അവിടെ നിന്ന് അങ്ങനെ കയറി പോകണം. നല്ല മഴക്കൊള്ളാണ്. മഴ പെയ്യാതിരുന്നാൽ കൊള്ളാം. നിറച്ച് കള്ളിമുള്ളും ഒക്കെ ഉണ്ട് ഈ പാറയുടെ ഒക്കെ മുകളിൽ. മറ്റു ചെടികളൊക്കെ ഉണങ്ങി കരിഞ്ഞപ്പോണ്ട് ഇവരൊക്കെ നല്ല പച്ചയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സൈഡിൽ കൂടെ കയറിയിട്ട് വേണം പോകാൻ. ഈ പാറയുടെ മുകളിൽ കൂടെ കയറുന്ന കഷ്ടപ്പാടാണ്. അതാ ഇവിടുത്തെ അമ്പലത്തിൻ്റെ മുകളിലെത്തി. മുരുകൻ്റെ അമ്പലമാണ് ഇവിടെ ഉള്ളത്. നല്ല രസമുള്ളൊരമ്പലം. മലയുടെ മുകളിൽ ഇവിടെ ഒന്നും ഒരു വഞ്ചനവുമില്ല. ഇപ്പം സമയം 11:45. നല്ല മണമാണ് കേട്ടോ. കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഈഴ ചെമ്പകത്തിൻ്റെ പൂക്കളുടെ മണമാണിത്. ഫുള്ളുണ്ട്. ഇവിടെ മുഴുവൻ പൂത്തുവെപ്പുണ്ട്. പോരാഞ്ഞ് താഴെ കാട്ടിനകത്തും പൂത്തുവെപ്പുണ്ട്. ഈ സാധനം കാറ്റടിക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ അമ്പലം. തുറന്നിട്ടേക്കാണ്. നിറയെ ചെമ്പകങ്ങളാണ്. എന്ത് ഭംഗിയാണെന്നറിയാമോ? നല്ല മണമാണ് ഇവിടെ ഈ ചെമ്പകത്തിൻ്റെ പൂക്കളുടെ. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കാറ്റ് വരുന്നത്. അപ്പോൾ ആ കാറ്റ് ആ പൂക്കളുടെ മണം ഇങ്ങനെ എടുത്തിട്ട് വരുന്നുണ്ട്. അവിടെ കുറേ മരങ്ങളുണ്ട്. ഇവിടെ ഒരു മരം തനിച്ച് വെപ്പുണ്ട്. താഴെ കാട്ടിനകത്തൊരു മരമുണ്ട്. അടിപൊളി സ്ഥലം. ആരുമില്ല കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ല ഇവിടെ. അപ്പോൾ നല്ല കാറ്റുണ്ട്. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഇച്ചിരി റെസ്റ്റൊക്കെ എടുത്തിട്ട് പോവാം. നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ പുറത്തായി തോന്നുന്നു. 12:30 ഏകദേശം 1 മണിക്കൂറായി. കുറേ നേരം ഇവിടെ ഇരുന്നു. നല്ല സുഖമാണ്. അതെ, നല്ല കാറ്റ്. ഇന്നിപ്പോൾ വലിയ വെയിലുമില്ല. ഇച്ചിരി വെയിൽ വന്നപ്പോഴും വലിയ കുഴപ്പമുണ്ടായിരുന്നു. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ കയറി വന്ന വഴി കൂടെ തന്നെ ഇറങ്ങാമെന്നാണ് വിചാരിക്കണം. ഇവിടെ നിന്ന് വേറെ വഴിയൊന്നും കാണാനില്ല. മീൻസ് വിസിബിളി വേറെ വഴിയൊന്നും കണ്ടില്ല. ഇതിൻ്റെ മേളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊന്നും വേറെ വഴിയൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇനി വന്ന വഴി കൂടെ തിരിച്ചിറങ്ങിപ്പോൾ ആ പോകുന്ന വഴിക്ക് വേറെ വല്ല വഴിയും കാണുകയാണെങ്കിൽ അതിലെ കൂടെ ഇറങ്ങി നോക്കാം.
അതെ, നമ്മുടെ ട്രക്കിങ് ഏകദേശം കഴിഞ്ഞു. നമ്മളിപ്പം നല്ല നിരപ്പായിട്ടുള്ള സ്ഥലത്തൂടെയൊക്കെ നടക്കുന്നത്. ഈ തീരെ താഴെ എത്തിയിട്ടില്ല, അതിന് തൊട്ട് മുന്നുള്ള സ്ഥലം. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയി TTDCയിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ സ്റ്റേ അടിച്ചിട്ട് അടുത്ത ദിവസം ഒരു ട്രക്കിങ് കൂടെ ഉണ്ട്. അപ്പോൾ അത് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.